നമസ്കാരം. കാഴ്ചയുടെ വിസ്മയം എന്നും കാഴ്ചയുടെ ഉത്സവം എന്നൊക്കെ സിനിമയെ നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. 1895 ലൂമിയർ സഹോദരന്മാർ സിനിമ ഒരു യാഥാർത്ഥ്യമാക്കിയപ്പോൾ പ്രേക്ഷകർ ചോദിച്ച ചോദ്യം, സിനിമയിൽ നമ്മൾ കാഴ്ചകൾ കാണുന്നു, ഇനി ശബ്ദങ്ങൾ കൂടി കേൾക്കണ്ടേ എന്നാണ്. 1920കളിൽ സിനിമ അതും സാധിച്ചെടുത്തു. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഒരു സൗണ്ട് റെക്കോർഡിസ്റ്റുമായിട്ടാണ്. ശബ്ദശാസ്ത്രം എന്താണെന്ന് അറിയാവുന്ന ഒരാൾ, പ്രസിദ്ധമായ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഈ മേഖലയിൽ പഠനം കഴിഞ്ഞിറങ്ങിയ, ഇപ്പോൾ മലയാള സിനിമയിലെ സജീവ സാന്നിധ്യമായ ശ്രീ അജിത് ജോർജ്. സിനിമയുടെ ചരിത്രത്തെ പൊതുവെ ക്രിസ്തുവിന് മുമ്പും ക്രിസ്തുവിന് ശേഷം എന്ന് പറയുന്ന പോലെ ശബ്ദത്തിന് മുമ്പും ശബ്ദത്തിന് ശേഷം എന്ന് വേണമെങ്കിൽ തിരിക്കാൻ പറ്റും. അജിത്തിന് ഈ ശബ്ദലേഖനത്തോട് താല്പര്യം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോകുന്നതിൻ്റെ ഒരു പ്രചോദനം? ബേസിക്കലി ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് പോകുന്ന ഒരു പ്രചോദനം എന്ന് പറയുന്നത്, ഞാൻ ബേസിക്കലി പള്ളി ഇങ്ങനത്തെ കുറേ മേഖലകളിൽ വളരെ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ആയിരുന്നു. ഓർക്കസ്ട്ര, ക്വയർ. അപ്പം സൗണ്ട് എന്ന് പറയുന്ന ഒരു സാധനത്തിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട്. ഇത്രയും പേര് പാടിയാലും ഇത്രയും പേര് എന്ത് വായിച്ചാലും, പക്ഷേ ഇതിൻ്റെ ഒരു ടോട്ടൽ കൺട്രോൾ ഒരു വ്യക്തിയിൽ കൂടെ പോകുന്നു എന്ന് പറയുന്നൊരു കൺട്രോൾ എന്ന് പറയുന്നൊരു വ്യക്തിയുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇത് കൊള്ളാമല്ലോ, എന്നാൽ ഇതൊരു ടെക്നിക്കൽ കോഴ്സുമാണ്. അപ്പം ഞാനൊരു BSc ഫിസിക്സ് കഴിഞ്ഞിട്ട് വന്ന ഒരാളാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്ന് ഇൻ്റർമിങ്കിൾ ചെയ്യാം എന്നുള്ള ഒരു തോട്ട് വന്നു. പക്ഷേ നമുക്ക് അന്ന് ഇതിനെക്കുറിച്ചൊന്നും കാര്യം ഒന്നും അറിയത്തില്ല, യാതൊന്നും അറിയത്തില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനൊരു തവണ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വന്നു. ദാസാറിനെ കണ്ടു. ദാസാറിൻ്റെ അടുത്ത് ചോദിച്ചു, സാറേ ഇങ്ങനൊരു സംഭവമുണ്ട്, ഒരു ആഗ്രഹമുണ്ട്. ദേവദാസ് സാറിന് ഇങ്ങനൊരു ആഗ്രഹമുണ്ട്, എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പരീക്ഷ എഴുതും, എൻട്രൻസ് എഴുതുക, കിട്ടട്ടെ. പുള്ളിയുടെ ഒരു സ്റ്റൈലുണ്ടല്ലോ ദാസാറിൻ്റെ. ഞാൻ പറഞ്ഞു, എനിക്കിതൊന്നും അറിയത്തില്ല, അതവർ പഠിപ്പിച്ചോളും, താനങ്ങ് പോയാൽ മതി, ബാക്കി അവർ പഠിപ്പിച്ചോളും. അങ്ങനെയാണ് ഈ സൗണ്ടിനോടുള്ള ഒരു നമ്മുടെ ഒരു എന്നാൽ ഇത് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞാണ് ഈ എൻട്രൻസ് എഴുതുന്നത്. അല്ലാതെ നമ്മൾ ഇത് കിട്ടിയേ പറ്റുള്ളൂ, അല്ലെ ഇതിനു വേണ്ടിയുള്ള നമ്മൾ ഒരു അറ്റംപ്റ്റ്. പക്ഷേ നമ്മുടെ ടോട്ടൽ ലൈഫിനെ മാറ്റി മറിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു 3 വർഷമാണ്. അതായത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കിട്ടിക്കഴിഞ്ഞിട്ട് അവിടെയാണ് നമ്മൾ ശരിക്കും സിനിമയെ നമ്മൾ ഈ ഒരു അക്കാഡമീഷ്യൻ എന്നുള്ള രീതിയിൽ നമ്മൾ അനലൈസ് ചെയ്യാൻ തുടങ്ങുന്നത്. സിനിമയിലെ ഈ സൗണ്ടിൻ്റെ റോള് ഇതിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ലൈഫിലാണ്. ഈ 3 വർഷം ശരിക്കും പറഞ്ഞാൽ നമ്മളെ മോൾഡ് ചെയ്യുക. അങ്ങനെ ആ സമയത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കണ്ടുകൊണ്ടിരുന്ന തുടക്കത്തിലെ സിനിമകൾ ഒരുപക്ഷെ ഇപ്പോൾ ഇവിടെ ഫിലിം സൊസൈറ്റിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് സിനിമകൾ കണ്ടിട്ടുണ്ടാവാം. അവിടെ പോയിട്ട് പിന്നെ കാണാൻ ഒരു പർട്ടിക്കുലറായിട്ട് ഈ സൗണ്ടിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. അതായത് ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു സിനിമയുണ്ട്, ഐലൻഡ് എന്ന് പറഞ്ഞൊരു ജാപ്പനീസ് സിനിമയുണ്ട്. കനറ്റോ ഷിൻഡോ എന്ന് പറയുന്ന ഡയറക്ടറിൻ്റെ ഒരു സിനിമയാണ്. ഇതിനകത്ത് ഒരൊറ്റ സ്പോക്കൺ ഡയലോഗ്സ് ഇല്ല, ബട്ട് ഇറ്റ്സ് എ സൗണ്ട് ഫിലിം. സംസാരമില്ല, ബാക്കി എല്ലാം ഉണ്ട്. പക്ഷേ ഇതിൽ ഈ ഡിവൈസ് ഓഫ് സൗണ്ട് യൂസ് ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു വാല്യൂ ഉണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ നമ്മളത് കാണേണ്ട ഒരു പടമാണ്. ശരിക്കും പറഞ്ഞാൽ ഏതൊരു സൗണ്ട് സ്റ്റുഡൻറ്റും ഇത് കാണും. കാര്യം എന്താ, മറ്റേന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര സുഖമാണ്, പലതും ഡയലോഗ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്തതും ഒരു സെറ്റപ്പ് എന്താണെന്നോ മനസ്സിലാവും, അല്ലെ 2 ഷോട്ടുകളിൽ. ഇതല്ല, ഇത് മുഴുവൻ ഈ സൗണ്ട് ഡിവൈസിലാണ് ഇവർ ഇത് കാണിച്ചിരിക്കുന്നത്. പിന്നെ രണ്ടാമത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തൊരു പടമാണ് സ്പേസ് ഓഡീസി, 2001 സ്പേസ് ഓഡീസി എന്ന് പറഞ്ഞൊരു പടം. ഇതിനകത്തെ സംഭവം എന്ന് പറഞ്ഞാൽ സ്പേസിലെ സൗണ്ട് എന്താണ്? ആക്ച്വലി ദർ ഇസ് നോ സൗണ്ട്. പക്ഷേ സൗണ്ട് ഇല്ലാതെ നമ്മൾ ഈ ഒരു വിഷ്വൽ കാണിച്ചാൽ ദർ ഇസ് നോ ഇമ്പാക്റ്റ്. അപ്പോൾ ആ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ദേ റീഡിസൈൻ ദ സൗണ്ട്. അങ്ങനെ അപ്പോൾ ആ ഒരു സമയത്താണ് ഇത് കൊള്ളാമല്ലോ. കാര്യം ഈ സൗണ്ടുകളെ ഇങ്ങനെ പ്രസൻറ്റ് ചെയ്ത് അപ്പം സിനിമയുടെ ഒരു വേറൊരു, അതായത് ഇറ്റ് ബിക്കംസ് എ പാരലൽ ലെവൽ. ഇന്ന് സിനിമയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്വലും സൗണ്ടും ഇറ്റ് ഈസ് ഹാൻഡ് ഇൻ ഹാൻഡ്. ഇന്ന് സൗണ്ട് ഇല്ലാതെ ഒരു സിനിമയില്ല. സൗണ്ടിൻ്റെ ക്വാളിറ്റിയുടെ ഒരു ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിൽ ആളുകൾ റിയാക്ട് ചെയ്യും. കാര്യം എല്ലാവരുടെയും വീട്ടിലെ ഹോം തിയേറ്റർ ഈസ് മച്ച് ബെറ്റർ ദാൻ തിയേറ്റേഴ്സ്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ ആളുകളെ ഇന്ന് തിയേറ്ററിലേക്ക് അട്രാക്റ്റ് ചെയ്യണമെങ്കിൽ അതിനൊരു മേജർ ഡിവൈസായി മാറി. ഇടയ്ക്ക് ചോദിച്ചോട്ടെ, ഇപ്പോൾ ശ്രീ ടി കൃഷ്ണമണിയുടെ ഒരു പുസ്തകം നമ്മൾ ഷെയർ ചെയ്യുന്നത് വർത്തമാനം പറഞ്ഞപ്പോൾ സൗണ്ട് ഇൻ മോഷൻ പിക്ചേഴ്സ്. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഈ DTS പോലുള്ള സംവിധാനങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് കഴിഞ്ഞിട്ട് അവർ വെച്ചിട്ടുള്ളൊരു സർട്ടൻ സെറ്റ് പാറ്റേൺസ് ഉണ്ട്, എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. പക്ഷേ നമ്മുടെ സിനിമ, മലയാള സിനിമ പ്രത്യേകിച്ചും,
ടോക്കറ്റീവ്, വളരെ ടോക്കറ്റീവ് ആയിട്ടുള്ള നായകൻ ഒരുപാട് സംസാരിക്കുന്ന സിനിമകൾ, ഒരു സിഗരറ്റ് കുറ്റി നിലത്തിട്ട് കഴിഞ്ഞാൽ അതിന് ഭയങ്കര സൗണ്ട് ഇമ്പാക്റ്റ്, അങ്ങനെയൊക്കെ അത് അവർ മാറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ ശബ്ദം സഹിക്കാൻ വയ്യാതെ തന്നെ പലപ്പോഴും തിയേറ്റർ വിട്ട് ഇറങ്ങി പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇതിന് 2-3 കാര്യമുണ്ട്. നമ്മളൊരു സ്റ്റുഡിയോ ഡിസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്റ്റുഡിയോ ഡിസൈൻ ചെയ്ത് അതിൻ്റെ ബേസിക് അപ്രൂവൽ, അതായത് ഇതിൻ്റെ ബേസിക് ലേ ഔട്ട് ഡ്രോയിങ് തൊട്ട് ഇതിൻ്റെ കൺസേൺ DTS ആയാലും ഡോൾബി ആയാലും ആളുകൾക്ക് കൊടുത്ത് അവർ അപ്രൂവ് ചെയ്ത് ഫൈനലൈസ് ചെയ്താൽ മാത്രമേ ഈ സ്റ്റുഡിയോയ്ക്ക് അവർ അപ്രൂവൽ തരത്തുള്ളൂ. എന്നിട്ട് അവർ പറയുന്നതായ സ്പെസിഫിക്കേഷനിലുള്ള എക്യുപ്മെൻറ്റ്സ് മേടിക്കണം. അതായത് ഇവിടെ ഇപ്പോൾ ഈ സ്റ്റുഡിയോയിൽ പ്രോ ടൂൾസോ അല്ലെ നമ്മുടെ വർക്ക് സ്റ്റേഷൻ ആയാലോ ആംപ്ലിഫയർ ആയാലോ സ്പീക്കേഴ്സ് ആയാലോ അവരുടെ ഒരു സെറ്റ് സ്പെസിഫിക്കേഷൻ ഉണ്ട്. ഈ സ്പെസിഫിക്കേഷൻ ഉള്ള ഡോൾബിക്കോ DTSനോ ദേ ഹാവ് നോ കൺട്രോൾ ഓവർ ദ തിയേറ്റർ. തിയേറ്ററിൻ്റെ പുറത്ത് അവർക്കൊരു കൺട്രോളില്ല. അപ്പോൾ തിയേറ്റർ അവരുടെ അതായ ടീമുണ്ട്, അവരത് വന്ന് ചെയ്യും. ചില മെയിൻ്റനൻസ് എഞ്ചിനീയേഴ്സ് വന്ന് പക്കാ സെറ്റ് ചെയ്ത് വെക്കും. കുറച്ച് കഴിയുമ്പോൾ തന്നെ തിയേറ്ററിൻ്റെ ഓപ്പറേറ്റേഴ്സോ അവരോ ഇവരോ ഒക്കെ വന്ന് അവിടെയും തിരിച്ച് ഇവിടെയും തിരിച്ച് അത് വീണ്ടും ഓരോ സിനിമയ്ക്ക് വേണ്ടി അവർ ആദ്യത്തെ ഷോ കഴിഞ്ഞിട്ട് ഇത് ഇത്രയും മതി വോളിയം, ഇത് ഇത്രയും ഇരിക്കട്ടെ, അല്ലെ ഇത് മതി, ഈ ഒരു ഇതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ പെർഫെക്റ്റ്ലി സ്റ്റാൻഡേർഡ് ഒരു വ്യൂയിങ് എൻവയോൺമെൻ്റ് ആയിട്ടുണ്ട്. ഇത് സൗണ്ടിൽ മാത്രമല്ല വിഷ്വലിലും ഇത് തന്നെയാണ് ആണെങ്കിൽ ഇറ്റ് സൗണ്ട്സ് പെർഫെക്റ്റ്. ഇവിടെ എന്ത് പറ്റുന്നു എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമുക്കറിയാം, നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡയറക്ടേഴ്സോ പ്രൊഡ്യൂസേഴ്സോ പറയും, അതെ അജിത്തെ നമ്മുടെ തിയേറ്റേഴ്സാണ്, ഒന്ന് മനസ്സിൽ കണ്ടോണേ, ഇത് പറഞ്ഞാണ് നമ്മളെ ഈ വർക്കിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇവർ ഓൾറെഡി നമ്മളെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തിയേറ്ററിൻ്റെ ഒരു പ്രശ്നങ്ങൾ കോമ്പൻസേറ്റ് ചെയ്തേക്കണം ഇവിടെ. അപ്പോൾ ഇതുകൊണ്ടാണ് ഈ പലപ്പോഴും ലൗഡ്നെസ്സിലേക്ക് നമ്മൾ കയറിപ്പോകുന്നത്. ഇപ്പോൾ നമ്മുടെ സിനിമയ്ക്ക് സംഭവിച്ചിട്ടുള്ള ഒരു ഡിറ്റീരിയേഷൻ എന്ന് പറയുന്നത് ഈ അമിതമായ ശബ്ദത്തിനെ ഞാനൊരിക്കൽ കേട്ടു, ഞാൻ ആൾക്കാരുടെ പേര് പറയാൻ പറ്റില്ല, ഒരു സിനിമയുടെ തുടക്കം. അപ്പോൾ അത് കുറച്ച് ഡള്ളായിപ്പോയി എന്നൊരു അഭിപ്രായം ഉണ്ടാകാം എന്നുള്ള ധാരണയിൽ അദ്ദേഹം പറയും. അതിപ്പോൾ ആദ്യം കുറച്ച് ലാഗ് ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ല, നമുക്കത് DTS ഒക്കെ കൊണ്ട് കേട്ടിട്ട്. അതെ, അതായത് നമ്മുടെ ഇവിടുത്തെ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ ഓഡിയൻസിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഇത് നമ്മൾ എപ്പോഴും മനസ്സിൽ കാണേണ്ടതാണ്. നമ്മുടെ ഓഡിയൻസിന് ഒരു പേഷ്യൻസ് ഇല്ലാത്ത ലെവലിലേക്ക് പലപ്പോഴും കാര്യങ്ങൾ എത്തിയിരിക്കാം. നോട്ട് ഓൾ, ഐ എം ടെല്ലിങ് യു, നോട്ട് അറ്റ് ഓൾ. ഒരു ചെറിയ സൈലൻസ് ഉണ്ടെങ്കിൽ അവർ തിയേറ്ററിൽ റിയാക്ട് ചെയ്യും, അവരുടേതായ ഒരു ട്രാക്ക് ഇടും. 2, നമ്മുടെ തിയേറ്ററിൽ ഇന്ന് പ്രോപ്പറായിട്ട് AC ഫംഗ്ഷൻ ചെയ്യുന്ന എത്ര തിയേറ്റേഴ്സ് ഉണ്ട്? ഈ പെഡസ്റ്റിയൽ ഫാൻ വെച്ച് അടിച്ച് തകർത്തുകൊണ്ട് ശരിയാണ്. ഇതിൻ്റെ പുറത്ത് നമ്മുടെ ഇന്ന് കേരളത്തിലെ തിയേറ്റേഴ്സ് എന്ന് ഇറ്റ്സ് ഓൾ വെരി ലോങ് തിയേറ്റേഴ്സ് പുറകിലിരിക്കുന്നത്. അപ്പം ഇത് പെർഫെക്റ്റ്ലി അലൈൻഡ് സിറ്റുവേഷനിൽ പ്ലേ ബാക്ക് ചെയ്തില്ല എങ്കിൽ ഇറ്റ് വിൽ ഗോ ഫോർ എ ടോസ്. ശബ്ദലേഖകരുമായിട്ടുള്ള സംഭാഷണത്തിൽ എപ്പോഴും ചോദിക്കുന്നൊരു കാര്യം ഈ സ്പോട്ട് ഡബിങ്ങിനെ കുറിച്ചാണ്, ലൈവായിട്ടുള്ള സൗണ്ട് റെക്കോർഡിങ്. സത്യത്തിൽ മലയാള സിനിമയിൽ അങ്ങനൊരു അവസ്ഥ പൂർണ്ണമായിട്ടും സാധ്യമാണോ? നമ്മുടെ സിനിമയുടെ ഒരു മേക്കിംഗ് പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മാസം കൊണ്ട് സിനിമ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് മിക്സ് ചെയ്ത് പുറത്തിറക്കണം. ഇത് മാറണം. ഒരു പക്ഷേ സ്പോട്ട് റെക്കോർഡിംഗ് ചെയ്യുന്ന ഒരു സിനിമയാണെങ്കിൽ, അല്ലെ ലൊക്കേഷൻ റെക്കോർഡിംഗ് ചെയ്യുന്ന ഒരു സിനിമയാണ്, ഇന്ന് നമ്മൾ 25 ഷോട്ട് പ്ലാൻ ചെയ്താൽ 10 ഷോട്ട് എടുക്കാൻ പറ്റുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ സൗണ്ട് എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ അല്ലെ ലൊക്കേഷൻ റെക്കോർഡിസ്റ്റിന് അദ്ദേഹത്തിൻ്റെ ഒരു കട്ട് വരും. ഇവിടെ പലപ്പോഴും കോംപ്രമൈസ് ചെയ്യുന്ന നമുക്കത് ഡബ്ബിങ്ങിൽ കാണാം, ഒരു പെർഫോമൻസ് വെച്ചിട്ട് അത് ഡബ്ബിങ് നമുക്ക് ശരിയാക്കാം. 2, 100% പെർഫെക്റ്റ്ലി സ്ക്രിപ്റ്റ് ചെയ്ത പടങ്ങൾ എത്ര എണ്ണം മലയാളത്തിലുണ്ടാകുന്നുണ്ട്? ലൊക്കേഷനിൽ വെച്ചല്ലേ പലപ്പോഴും ഡയലോഗ് സ്ക്രിപ്റ്റ് എഴുതുന്നത്, പ്രോംപ്റ്റ് ചെയ്തല്ലേ ആർട്ടിസ്റ്റ് ഡയലോഗ് പറയുന്നത്. 3ാമത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലൊക്കേഷൻ റെക്കോർഡിംഗ് ചെയ്യണമെങ്കിൽ നമുക്ക് ബ്ലിംഡ് ക്യാമറ യൂസ് ചെയ്യണം, ബ്ലിംഡ് ജനറേറ്റർ യൂസ് ചെയ്യണം. ഒരു ഔട്ട്ഡോർ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ആർ 100 people, ദേ ഹാവ് ടു ബി പിൻ ഡ്രോപ്പ് സൈലൻസ്. എങ്കിൽ മാത്രമേ ആ ഒരു പെർഫെക്ഷൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ പറയുന്നു ഇവിടെ ഇത് നടക്കില്ല എന്ന് പറയുന്നു, ഇതിലും വലിയ ക്രൂവിനെ വെച്ചല്ലേ ഹോളിവുഡ് സിനിമ ചെയ്യുന്നത്, അവിടെ ഇത് നടക്കുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് നമുക്ക് നടക്കില്ല എന്ന് പറയുന്നു. പക്ഷെ ആരും അറ്റംപ്റ്റ് ചെയ്യുന്നില്ല. ഇതാണ് ഇതിൻ്റെ കുഴപ്പം. ഈ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സംവിധായകനായിട്ടൊരു വൈബ് ഉണ്ടാവുമല്ലോ, ഒരു പ്രധാനപ്പെട്ട ഇപ്പോൾ ആർട്ടിസ്റ്റുകളായിട്ടൊരു സാധനം ഉണ്ടാവും. ഡബ് ചെയ്യുന്ന സമയത്ത്, റീറെക്കോർഡ് ചെയ്യുന്ന സമയത്തെല്ലാം എല്ലാ സമയത്തും ഇതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനിലൊരു ഒരു സിംഹഭാഗവും ഈ കൈകളിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഏത് തരത്തിലുള്ള കോൺട്രിബ്യൂഷനാണ് അജിത്ത് ആ ഒരു ക്രിയേറ്റീവ് സൈഡ്, ഈ സൗണ്ട് എഞ്ചിനീയറുടെ ഒരു അതായത് നമ്മൾ ഇവിടെ ഈ ഒരു റൂമിലാണ് നമ്മൾ ഈ സിനിമയുടെ ഫൈനൽ സ്റ്റേജാണ് നടക്കുന്ന റൂമാണിത്. ഓക്കെ, ഈ റൂമിനപ്പുറത്തേക്ക് ഈ സിനിമയ്ക്ക് വേറൊരു പ്രോസസ്സില്ല. അപ്പോൾ ഒരു ഡയറക്ടറിന് ഏറ്റവും കൂടുതൽ പ്രഷറുള്ള ഒരു സിറ്റുവേഷൻ ഇവിടാണ്. ദിസ് ഈസ് എ കാര്യം. പടത്തിൻ്റെ റിലീസ് എടുക്കുന്നു, പടത്തിൻ്റെ ഫെയ്റ്റ്, ഒരു എല്ലാ തരത്തിലുള്ളൊരു പ്രഷറുണ്ട്.
അപ്പം ഞാൻ ബേസിക്കലി അപ്രോച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അവരെ ഒന്ന് റിലാക്സ് ചെയ്യുക. അതായത് അവരുടെ പ്രഷറൂടെ കുറച്ച് നമ്മളെടുത്താൽ ഇതൊരു ഈ ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഗിവ് ആൻഡ് ടേക്ക് ആണ്. അതായത് ഡയറക്ടറിൻ്റെ മനസ്സിൽ എന്താണോ ആഗ്രഹിച്ചിരുന്നത്, എൻ്റെ സിനിമ ഇങ്ങനെ ആയിരിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു സാധനത്തിനെ ഞാൻ റീക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അജിത്ത് ഇങ്ങനെ കാണാറുണ്ടോ ഈ ഒരു സിനിമ മുഴുവൻ ഇങ്ങനെ നിശബ്ദമായിട്ട് അതെ, കാര്യം നമുക്ക് അതെ, നമ്മൾ ഈ സിനിമ ഇപ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയലോഗ് ഇട്ട് മാത്രം കാണും. ഡയലോഗ് ഇട്ട് മാത്രം ഈ സിനിമ അതായത് ഡബ് ട്രാക്ക് മാത്രം ഇട്ട് നമ്മൾ ഈ പടം കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു ഗ്രാഫ് കിട്ടും. ഓക്കെ, ഈ സീൻസ് നമ്മൾ ഇങ്ങനെ ട്രീറ്റ് ചെയ്യണം, ഈ സീൻസ് ഇങ്ങനെ ട്രീറ്റ് ചെയ്യണം. ഈ ഗ്രാഫിൽ നമ്മൾ ഫോളോ ചെയ്യുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു TDS പ്രോസസ്സ്. ഈ TDS പ്രോസസ്സ് നമ്മൾ സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്താൽ മതി. ഇതിൻ്റെ ഒരു ക്രിയേറ്റീവ് സൈഡ് എന്ന് പറയുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ ഡയറക്ടറിൻ്റെ മനസ്സിൽ എന്താണോ തോന്നിയത്, അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ അവരിത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അവർക്ക് എന്താണോ തോന്നിയത് അതിനെ നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുക. അത് ഈ ശബ്ദം റെക്കോർഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അതെ, അതെങ്ങനെയാണെന്ന് ഇതിൻ്റെ ഒരു സഹായത്തോടെ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ ഈ കാണുന്ന സാധനമാണ് മിക്സർ. ഈ മിക്സർ ഒരു സൗണ്ട് കാർഡ് എന്ന് പറയുന്ന സാധനമായിട്ട് അറ്റാച്ച്ഡ് ആണ്. അതാണ് ആ താഴെ ഇരിക്കുന്ന സാധനം, സൗണ്ട് കാർഡ്. അപ്പം ഈ മിക്സറിലോട്ടാണ് നമ്മളൊരു മൈക്രോഫോൺ. ഇതിനകത്ത് ശബ്ദം റെക്കോർഡ് ചെയ്യേണ്ടതിന് ഫസ്റ്റ് വേണ്ട ഒരു സാധനമാണ് മൈക്ക്. അതായത് ശബ്ദത്തിനെ ഒരു ഇലക്ട്രിക് വേവ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു സാധനം. ഏത് തരത്തിലുള്ള മൈക്കാണ്? ഇപ്പോൾ 3 തരത്തിലുള്ള മൈക്കുണ്ട് പറയും. എല്ലാ ശബ്ദങ്ങളും പിടിച്ചെടുക്കുന്ന മൈക്കുണ്ട്, കാർഡിയോയിഡ്, യൂണി ഡയറക്ഷൻ, ഒമ്നി ഡയറക്ഷൻ. അതായത് നമ്മൾ കൂടുതലും ഈ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഒരു കാർഡിയോയിഡ് പൊസിഷൻ വെച്ചാണ്. അതായത് നമുക്ക് പുറകിലോട്ടുള്ള ശബ്ദങ്ങൾ വേണ്ട, ഈ ഏരിയയിലെ ശബ്ദങ്ങൾ മാത്രം മതി. നമ്മളിപ്പോൾ ഒരു ഫുൾ ഓർക്കസ്ട്ര റെക്കോർഡ് ചെയ്യുന്നു, ആ സമയത്ത് നമ്മൾ ഓംനി ഡയറക്ഷണൽ മൈക്ക് യൂസ് ചെയ്യും. കാര്യം സ്ട്രിങ്സ് അവിടെ ആയിരിക്കാം, ചെലോ ഇവിടെ ആയിരിക്കാം, കോറസ് ഇവിടെ ആയിരിക്കാം. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഡെഫിനറ്റ്ലി യു ഹാവ് ടു യൂസ്. അപ്പോൾ ഇതിന് ഈ ഇൻഡിവിജ്വൽ മൈക്കിങ് കഴിഞ്ഞിട്ട് നമ്മൾ ആംബിയൻറ്റ് മൈക്സ് എന്ന് പറഞ്ഞ് ഒരു 2-3 യൂസ് ചെയ്യും, വിച്ച് വിൽ ബി ഓൾവേസ് 360 ഡിഗ്രി കവറേജ് ഉള്ള മൈക്കുകൾ നമ്മൾ യൂസ് ചെയ്യും. അതൊന്നിൽ താഴെ വെച്ച് വെക്കും, അല്ലെങ്കിൽ മേളിൽ നിന്ന് തൂക്കിയിടും. സോ യു ഗെറ്റ് എ ഫുൾ കവറേജ് ഓഫ് എവറിത്തിങ്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹ്യൂമൻ ഇയറിനെ സിമുലേറ്റ് ചെയ്യുന്നൊരു പ്രോസസ്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ എങ്ങനെയാണ് ഇത് കേൾക്കുന്നത്? നമ്മൾ റെക്കോർഡിംഗ് എന്ന് പറയുന്ന ബേസിക് സാധനം എന്ന് പറയുന്നത് നമ്മുടെ ചെവിയിൽ കേൾക്കുന്ന ഒരു സാധനത്തിന് നമ്മൾ ഈ ടേപ്പിൽ കൂടെ അല്ലെങ്കിൽ ഏത് മീഡിയത്തിൽ റെക്കോർഡ് ചെയ്തിട്ട് പ്ലേ ബാക്ക് ചെയ്യുമ്പോൾ അതുപോലെ കേൾക്കാവുന്ന സെയിം എഫക്ട്സ് ഉണ്ടാക്കാൻ ഉള്ള ഒരു ശ്രമം ചെയ്യുന്നതാണ് ഒരു എഞ്ചിനീയറുടെ ജോലി. സിനിമ ഒരുപാട് മാനിപ്പുലേഷൻസ് ശബ്ദത്തിൽ വരുത്തുന്നുണ്ട്. ഇപ്പം പാട്ടിലെ കാര്യത്തിൽ ഇപ്പോൾ പാട്ട് പാടുന്നതിന് ഇപ്പോൾ അങ്ങനെ ഒരു ഫുള്ളി പാടുന്നൊന്നുമില്ല. അത് ഈ ടെക്നോളജിക്കൽ റെവല്യൂഷൻ്റെ ഒരു ഭാഗമാണ്. നമ്മളിപ്പോൾ ആദ്യകാല റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ട്രാക്ക് റെക്കോർഡിംഗ് ആയിരുന്നു. ആ കാലഘട്ടത്തിൽ നമുക്ക് എല്ലാം കൂടെ റെക്കോർഡ് ചെയ്യാനുള്ള ഒരൊറ്റ ട്രാക്കേ ഉള്ളൂ. എല്ലാ ഇൻസ്ട്രുമെൻറ്റും കൂടെ ഒറ്റ ട്രാക്ക്. അപ്പോൾ ഇപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത്? പലതിനെയും മൈക്ക് ചെയ്ത് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരൊറ്റ ട്രാക്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യും. അപ്പോൾ കട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ് ഹാസ് ടു ബി വൺ ടേക്ക്. അപ്പോൾ ഈ പെർഫോമേഴ്സ് ഹാസ് ടു ബി എക്സ്ട്രീംലി ഗുഡ്. ഈ 5 മിനിറ്റ് പാട്ടിനെ അൺകട്ടായിട്ട് ഇവർ ആക്ച്വൽ ടൈമിൽ ഇവർ പെർഫോം ചെയ്യുകയാണ്. ഇന്ന് ഈ ടെക്നോളജിക്കൽ റെവല്യൂഷൻ എപ്പോഴും കാര്യങ്ങൾ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കാര്യമാണ്. പക്ഷേ ക്വാളിറ്റി നാച്ചുറലി ലോസ് ആകുകയാണ്. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ there are some errors are always good. അത് ഓക്കെ. അപ്പം നമ്മൾ പണ്ടൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ സിംഗിൾ ട്രാക്ക് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് കേട്ട് നോക്കും, കുഴപ്പമുണ്ടല്ലേ, ആ കുഴപ്പമുണ്ട്, ഈ കുഴപ്പമുണ്ട്, ചില കുഴപ്പങ്ങൾ പോട്ടെ എന്ന് പറയും. എന്നാൽ മേജർ കുഴപ്പം നമ്മൾ റീക്രിയേറ്റ് ചെയ്യും. അക്കാലത്തൊക്കെ ഈ ഡബ്ബിങ് എങ്ങനെയായിരുന്നു? ഇപ്പോഴത്തെ ഡബ്ബിങ് കുറച്ച് സൊഫിസ്റ്റിക്കേറ്റഡ് ആണ്. അതെ, അക്കാലത്ത് എങ്ങനെയാണ് ഈ മൂവിയോളെ? അതായത് ആർട്ടിസ്റ്റുകൾ ലൂപ്പ് ഡബ്ബിങ്. അപ്പോൾ ലൂപ്പ് ഡബ്ബിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൂപ്പ് ഓഡിയോ ലൂപ്പ് ഉണ്ടാക്കും. അന്ന് ഈ ഇപ്പം നമ്മൾ രണ്ടുപേരും അഭിനയിക്കണമെങ്കിൽ നമ്മൾ രണ്ടുപേരോടെ പ്രസന്റ് ആയിരിക്കണം. നമ്മൾ രണ്ടുപേരും പ്രസന്റ് ആയിട്ട് നമ്മളൊരു മൈക്കിൻ്റെ മുന്നിൽ ഇരുന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത് മുഴുവൻ എഡിറ്ററിനെ കൊടുക്കും. എഡിറ്റർ ഇത് പാരലൽ ചെയ്ത് റെഡിയാക്കി തരും. എന്നിട്ട് ഇത് മിക്സിങ്ങിൻ്റെ സമയത്ത് ഇതെല്ലാം കൂടെ ഒന്നിച്ചാണ് വരുന്നത്. മിക്സിങ്ങിൻ്റെ സമയത്ത് ഇതെല്ലാം കൂടെ ഒന്നിച്ച് വന്നിട്ട് ഡയലോഗ് ചിലപ്പോൾ 2 ചാനലിലേ ഉള്ളൂ. എഫക്ട്സ് ഒക്കെ ലൈവായിട്ട് അവിടെ ഇരുന്ന് കൊടുക്കുകയാണ്. എഫക്ട്സ് ലൈവായിട്ട് അവിടെ കൊടുക്കുകയാണ്. ഇറ്റ് ഈസ് ലൈവ് ഇൻ ടു ദ മിക്സ്. അപ്പോൾ ഒരു 3 റിഹേഴ്സൽ 4 റിഹേഴ്സൽ അല്ലെ ഒരു 5 റിഹേഴ്സൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടേക്കും. അന്നത്തെ ഒരു അഡ്വാൻറ്റേജ് എന്നാന്ന് പറഞ്ഞാൽ ഒരാൾ മാത്രമല്ല ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഡയറക്ടറിൻ്റെ അടുത്ത് പറഞ്ഞാൽ സാറേ മ്യൂസിക് ഒന്ന് പിടിച്ചോണേ, വേറൊരാൾ പറയും ഇതൊന്ന് നോക്കിക്കോണേ, അതൊന്ന് നോക്കിക്കോണേ. ദർ ആർ so many hands doing the jobs. ഒരുപാട് ഇൻവോൾവ്മെൻറ്റ് വരുമ്പോൾ
ദ ടീം വർക്ക്, ഇറ്റ്സ് ഓൾവേസ് ദ ടീം വർക്ക്, ഇറ്റ്സ് നോട്ട് വൺ. പ്രിസിഷൻ ഓർത്തിരിക്കണം, ഇന്നടുത്ത് മ്യൂസിക് വരും, അപ്പോൾ മ്യൂസിക് മാർക്കുണ്ട്. പിക്ചർ നമ്മളിങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ മ്യൂസിക്കിൻ്റെ മാർക്ക് കണ്ടിട്ട് മ്യൂസിക് കുറച്ച് ഡയലോഗിനെ അക്കോമഡേറ്റ് ചെയ്യണം. ഇങ്ങനെ അതാണ്, ഇറ്റ്സ് എ പ്രോസസ്സ്. എഡിറ്റർ ഉണ്ടാകും, എഡിറ്ററാണ് കൂടുതൽ സമയം ഇതിൻ്റെ കാര്യങ്ങൾ ക്യൂ കൊടുക്കുകയും മ്യൂസിക് പിടിക്കുകയും മറ്റു പല കാര്യങ്ങളുടെ അവിടെ കാർ ഡോർ വരുന്നുണ്ട്, കാർ ഡോറിൻ്റെ ചാനൽ തുറക്കൂ, ഇതിങ്ങനെ ഈ പുറകിൽ നിന്ന് ഇങ്ങനെ ക്യൂ കൊടുത്തുകൊണ്ടുള്ളൊരു വർക്ക്. അതായത് ഒരു ടീം, ഫുൾ ടീമിൻ്റെ ഓപ്പറേഷനാണ് ഇവിടെ നടക്കുന്നത്. ഇന്നത് മാറി സിംഗിൾ മാൻ ഓപ്പറേഷനിലേക്ക് മാറി. ഇപ്പോൾ മലയാളത്തെ സംബന്ധിച്ച്, മലയാള സിനിമയെ സംബന്ധിച്ച് ആർ യു ക്വൈറ്റ് സാറ്റിസ്ഫൈഡ് അബൌട്ട് ഇപ്പോൾ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത്? ഞാനിപ്പോൾ ആവറേജ് ഒരു വർഷം 20-25 പടങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളിത് ഏത് പടമെങ്കിലും ഡിസാറ്റിസ്ഫൈഡ് ആയിട്ട് നമ്മൾ പിന്നെ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ദെൻ യു ബിക്കം പ്യുവർലി മെക്കാനിക്കൽ. നമുക്കൊരിക്കലും അങ്ങനെ ചെയ്യാനൊക്കെ നമ്മളെ ഇത് ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, ചെറിയ പടമോ നല്ല പടമോ ഓടുന്ന പടമോ ഓടാത്ത പടമോ എന്ത് പടമായാലും നമ്മളതിനകത്തൊരു ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യണം. ആ ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ പടം ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആ പടം ചെയ്യരുത്. രാജ്യത്തെ തിയേറ്ററിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഈ DTS, ഡോൾബി, UFO, ക്യൂബ് തുടങ്ങിയ സിസ്റ്റം, അതെന്താണ് ശരിക്കും അതിൻ്റെ ഒരു DTS, ഡോൾബി എന്ന് പറയുന്ന 2 ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി സൗണ്ട് ഫോർമാറ്റാണ്. ഓക്കെ, സൗണ്ടിൻ്റെ മൾട്ടി ട്രാക്ക് ഫോർമാറ്റിൻ്റെ 2 കമ്പനികളാണ്. ഈ മൾട്ടി ട്രാക്ക് ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ DTS അല്ലെ ഡോൾബി സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5.1, അതായത് ലെഫ്റ്റ്, സെൻറ്റർ, റൈറ്റ്, ലെഫ്റ്റ് സറൗണ്ട്, റൈറ്റ് സറൗണ്ട്, പിന്നെ സബ് വൂഫർ, ലോ ഫ്രീക്വൻസി മാത്രം ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു സബ് വൂഫർ. ഇതാണ് 5.1 എന്ന് നമ്മൾ പറയുന്ന ഒരു ഫോർമാറ്റ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഹാൻഡിൽ ചെയ്യുന്ന 2 ഫോർമാറ്റാണ് DTSഉം ഡോൾബിയും. 5.1 എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും കണ്ടു 5.1. അതായത് 5 റിയൽ ചാനലും ഒരു സബ് ബേസ് ചാനൽ. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പോൾ ഈ സബ് വൂഫർ എപ്പോഴും ഈ 5 ചാനലിലെ ഏതെങ്കിലും ചാനലുകളിൽ മേർജ്ഡ് ആയിരിക്കും. ഓക്കെ, ഇതാണ് ഒരു തിയററ്റിക്കൽ കാര്യം. അതുകൊണ്ടാണ് ഈ 5.1. ആ 5.1 മാറി 7.1 ആയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അതായത് 7.1 വന്നപ്പോൾ ഇപ്പോൾ സോണി SDDS എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7.1. അതായത് അപ്പം ലെഫ്റ്റിനും റൈറ്റിനും ഇടയ്ക്ക് ഒരു ലെഫ്റ്റ് സെൻറ്റർ, റൈറ്റ് സെൻറ്റർ വന്നിട്ടുണ്ട്. പിന്നെ EX എന്ന് പറഞ്ഞൊരു വേറൊരു ഫോർമാറ്റ് വന്നിട്ടുണ്ട്, സറൗണ്ട് EX. അപ്പോൾ നമ്മൾ ചില പടങ്ങൾ കണ്ടിട്ടുണ്ട്, ഡോൾബി സറൗണ്ട് EX എന്ന് പറയുന്നത് ഒരു എക്സ്റ്റെൻഡഡ് സറൗണ്ട്. അതായത് ലെഫ്റ്റ് സറൗണ്ട്, റൈറ്റ് സറൗണ്ട് പോലെ തന്നെ അഡീഷണൽ ഒരു ചാനലൂടെ ഉണ്ട്, ബാക്ക് സറൗണ്ട്, ഡെഡിക്കേറ്റഡ് ബാക്ക് സറൗണ്ട്. ഇതാണ് ഈ ഫോർമാറ്റ്, സൗണ്ട് ഫോർമാറ്റിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി. UFO ക്യൂബ് എന്ന് പറയുന്നത് ഡിജിറ്റൽ പ്രൊജക്ഷനാണ്. ഓക്കെ, അതായത് സെല്ലുലോയിഡ് മീഡിയം മാറി, നൗ ഇറ്റ് ഹാസ് ബിക്കം ഫുള്ളി ഡിജിറ്റൽ. സൗണ്ട് ഇൻ ഡിജിറ്റൽ, വിഷ്വൽ ഇൻ ഡിജിറ്റൽ. ഒന്നിലൊരു സാറ്റലൈറ്റ് ഡീകോഡിംഗ് വഴി ഇത് പ്ലേ ബാക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഹാർഡ് ഡിസ്ക് വഴി ഇത് പ്ലേ ബാക്ക്. ഇത് എൻകോഡഡ് ഫയലാണ്. ഇത് നമുക്ക് തിയേറ്ററിൽ പോയി ഒരാൾക്ക് ഓപ്പറേറ്റ് ചെയ്യാനോ കോപ്പി ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. ഇറ്റ്സ് ഓൾ എൻകോഡഡ്. ആ തിയേറ്ററിലെ സിസ്റ്റത്തിൽ മാത്രം, സെർവറിൽ മാത്രമേ ഇത് പ്ലേ ബാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് അവരുടേതായ ഡെഡിക്കേറ്റഡ് സെർവറാണ്. നമ്മളിപ്പോൾ ആ ഫയൽ എടുത്തുകൊണ്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ പ്ലേ ആവില്ല. അത് അതിൻ്റേതായ പേറ്റൻറ്റ് സോഫ്റ്റ്വെയറിൽ മാത്രം പ്ലേ ബാക്ക് ചെയ്യുന്ന 2 ഡിജിറ്റൽ കണ്ടൻറ്റാണ് UFOയുടെയും ക്യൂബിൻ്റെ. അത് 2 കമ്പനി എന്ന് മാത്രമേ ഉള്ളൂ. ഡോൾബി അല്ലേ DTS എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ്ലി ഫോർ സൗണ്ടാണ്. അതാണ് ഈ ഫോർമാറ്റുകൾ. ഞാൻ സമീപകാലത്ത് ചെയ്തിട്ടുള്ള ഏറ്റവും നല്ല അഭിമുഖങ്ങളൊന്നും, കാരണം വളരെ താല്പര്യമുള്ളൊരു മേഖലയാണത്. അപ്പോൾ അത് നന്നായിട്ട് സംസാരിച്ചു എൻ്റെ വിചാരം. ഏതായാലും വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.